ഡോക്ടർ ജി ഗോപകുമാർ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജി ഗോപകുമാർ, അമേരിക്ക ഇതിനു മുൻപും പല സ്ഥലങ്ങളിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ പല ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇറാനെയും ആക്രമിച്ചിട്ടുണ്ട്. അത് വളരെ കുറച്ച് ദിവസം നീണ്ടുനിന്ന ആക്രമണം മാത്രമായിരുന്നു. ആണവ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നു ലക്ഷ്യം. ഇപ്പോൾ ഇറാനിൽ ഒട്ടാകെ ആക്രമണം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തുക എന്ന പ്രധാന ലക്ഷ്യത്തിലേക്ക് അവർ വിജയിച്ച് വരുമ്പോൾ, ഇനി വാട്ട് നെക്സ്റ്റ്? ഇനി എന്താണ് അവരുടെ മുന്നിലുള്ളത് എന്ന ചോദ്യമുണ്ടല്ലോ. ഈ ആക്രമണം തുടരുമോ? ഇറാനെ പൂർണ്ണമായും നിലംപരിശാക്കും വരെ? അതോ തൽക്കാലം ലക്ഷ്യം പൂർത്തീകരിച്ച് പിൻവാങ്ങുമോ? ഇല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഭരണമാറ്റമാണ് ലക്ഷ്യം. ഇറാനിലെ ഭരണമാറ്റമാണ് അവർ ലക്ഷ്യമിടുന്നത്. ആയത്തുള്ള ഖൊമേനിയെ വധിച്ചതിന് ശേഷം അടുത്ത പ്രധാനപ്പെട്ട ലക്ഷ്യം അമേരിക്കയ്ക്ക് അനുകൂലമായ, അവരുദ്ദേശിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റിനെ അവിടെ സ്ഥാപിക്കുക എന്നാണ്. ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ടാർഗറ്റ് കാണത്തില്ല. പക്ഷേ വളരെ കൺസർവേറ്റീവായ ആയത്തുള്ള ഖൊമേനിയും അതോടൊപ്പം അവരുടെ അനുയായികളും നടത്തുന്ന ഭരണത്തിൽ അമേരിക്കയ്ക്കും ഇസ്രയേലിനും വെല്ലുവിളികൾ ഏറെയാണ്. കാരണം യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്ന് മാത്രമല്ല, അത് മറ്റു രാജ്യങ്ങളുടെ മേൽ കൊണ്ട് പതിപ്പിക്കാനുള്ള കഴിവും ഇറാനുണ്ട്. അതിപ്പോ നമ്മൾ കുറേശ്ശെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് അമേരിക്കയിലേക്ക് ടാർഗറ്റ് ചെയ്യാൻ എളുപ്പമല്ല, പക്ഷെ ഇസ്രയേലിനെ ടാർഗറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം വളരെ അടുത്തുള്ള രാജ്യങ്ങളാണ് ഇതൊക്കെ. അമേരിക്ക വരെ എത്താനുള്ളൊരു സാഹചര്യം ഇറാൻ ഇല്ല. പക്ഷെ എന്നാൽ ഇറാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരുപാട് നഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് വരുത്തി വെക്കാൻ പറ്റും പല രീതിയിൽ. അതിൽ അമേരിക്കയുടെ നേവൽ ബേസസിനെയൊക്കെ ഗൾഫിൽ ആക്രമിക്കുന്നതിന്റെ ഒരു പ്രക്രിയ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അമേരിക്കയുടെ ലക്ഷ്യം അടുത്തത് അവിടെ ഭരണമാറ്റം കൊണ്ടുവരിക, റെഷീം ചേഞ്ച് വന്നാലേ ഇത് അവസാനിക്കുള്ളൂ. പക്ഷെ തൽക്കാലത്തേക്ക് ഇത് യുദ്ധം നീട്ടാതെ എത്രയും പെട്ടെന്ന് ഇറാനകത്ത് ഒരു പ്രതിവിപ്ലവം ഉണ്ടാക്കി പ്രതിപക്ഷത്തെ ശക്തിപ്പെടുത്തി, ഇപ്പോൾ ശക്തിപ്പെടുത്തി അവർക്ക് അനുകൂലമായ ഒരു അയത്തുള്ള ഖൊമേനിക്കെതിരെ, ആ പുരോഹിത വർഗത്തിനെതിരെയുള്ള താരതമ്യേന പുരോഗമന സ്വഭാവമുള്ള ഒരു ഭരണത്തെ കൊണ്ടുവന്നാൽ അമേരിക്കയുടെ താൽക്കാലിക താല്പര്യങ്ങൾ അവിടെ സംരക്ഷിക്കപ്പെടും. ഇസ്രയേലിനും സമാധാനമാകാനുള്ള സാഹചര്യമുണ്ട്. ഈ ഒരു താല്പര്യമാണ് ഇപ്പോൾ ഇറാനെ നിരായുധീകരിക്കുക, ഇല്ലെങ്കിൽ ആ നിലയ്ക്ക് അതൊക്കെ ടാർഗറ്റ്സ് പറയാം എന്നല്ലാതെ വളരെ പെട്ടെന്ന് അവിടുത്തെ നിരായുധീകരണം ഇറാന് പറ്റില്ല. അതിനേക്കാൾ എത്രയോ ഭേദമാണ് ഭരണമാറ്റം. ഭരണമാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇറാനിലേക്ക് ആക്രമണം കടുപ്പിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്ക വളരെ നാൾ യുദ്ധം കൊണ്ടുപോകാൻ സാധ്യതയില്ല. ഒരാഴ്ച കൊണ്ട് ഇത് അവസാനിപ്പിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിനിടയ്ക്ക് നിർണായകമായ മാറ്റങ്ങൾ ഇറാനിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. നന്ദി ശ്രീ ഡോക്ടർ ജി ഗോപകുമാർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.